നമ്മൾ ക്വാണ്ടം മെക്കാനിസത്തിൻ്റെ 1925 ആരംഭിച്ച് 2025 ആയപ്പം അതിൻ്റെ 100 ഇയേഴ്സ് നമ്മൾ ആഘോഷിക്കുകയായിരുന്നു. അപ്പം 100 ഇയേഴ്സ് നമ്മൾ ആഘോഷിച്ചപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അത് മാക്സ് പ്ലാങ്ക് കണ്ടുപിടിച്ച മാക്സ് പ്ലാങ്ക് ക്വാണ്ട അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് വേവ് പോലെ വരുന്നുണ്ടെങ്കിലും അത് പാക്കറ്റായിട്ടാണ് ഒഴുകുന്നത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്വാണ്ട അല്ലെങ്കിൽ വിട്ട് ഒരു ഡോട്ടിട്ട് നമ്മൾ കാര്യങ്ങൾ വരയ്ക്കുന്ന പോലെയാണ്. നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനായിട്ടല്ല, ഡോട്ട് ലൈനായിട്ടാണ് സംഭവം ഒഴുകുന്നത് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ആദ്യമായിട്ട് ആരംഭിച്ചിട്ട് അതിനുശേഷം പിന്നീട് ഇതിലേക്ക് ഒരു ചുവടുവെപ്പ് അല്ലെങ്കിൽ ഒരു കാൽവെപ്പ് നിർണായകമായ രീതിയിൽ നടത്തിയ ആളാരാണെന്ന് ചോദിച്ചാൽ അത് ഹൈസൻബർഗാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫോമിലേക്ക് ഈ ഐഡിയോളജീനെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു ഔദ്യോഗികമായ പിറവി എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അപ്പം എന്താണ് മാക്സ് പ്ലാങ്ക് ഹൈസൻബർഗ്, അദ്ദേഹത്തിൻ്റെ ഈ തിയറിയുടെ പ്രത്യേകത എന്താണ്? ഹൈസൻബർഗിൻ്റെ തിയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും. അതായത് നമ്മൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അത് ദഹിക്കത്തില്ല. കാരണം അത് നമ്മുടെ ദഹിക്കാൻ പറ്റുന്നൊരു രീതിയിലല്ലത്. അതായത് നമ്മളൊരു കാര്യം കാണുക, നമ്മൾ എല്ലാത്തിൻ്റെയും സ്പീഡ് നമുക്കറിയണമെങ്കിൽ 2 കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഒന്ന്, ആ പദാർത്ഥത്തിൻ്റെ പൊസിഷൻ എവിടെ